ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗെയിം ഓഫ് ത്രോൺസ് സീരീസിന്റെ സീസൺ 5ന്റെ റീക്യാപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ആദ്യ 4 സീസണിന്റെ റീക്യാപ്സ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ഒരുമിച്ച് കാണാനായി ഒരു പ്ലേലിസ്റ്റ് ആയി ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ടൈം കിട്ടുമ്പോൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എത്രയും വേഗം വീഡിയോയിലേക്ക് പോകാം. കമോൺ. ഗെയിം ഓഫ് ത്രോൺസ് സീരീസിന്റെ 5th സീസണിൽ കിങ് ടോമൻ മാർജറി ടൈറലിനെ വിവാഹം കഴിക്കുന്നു. ടോമൻ വളരെ ചെറുപ്പമായതിനാൽ മാർജറിക്ക് അവനെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയും. അതുവഴി തന്റെ പവർ നഷ്ടപ്പെടുമെന്ന ചിന്ത സെർസിക്കുണ്ടാവുന്നു. അതിനാൽ സ്മോൾ കൗൺസിലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അവൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങുന്നു. അതേസമയം കിങ്സ് ലാൻഡിങ്ങിലെ ആളുകൾക്കിടയിൽ സ്പാരോസ് എന്നൊരു പുതിയ വിശ്വാസി വിഭാഗം വളരെ ജനപ്രിയമായി തീരുന്നു. ലാൻസൽ ലാനിസ്റ്റർ പോലും അവരോടൊപ്പം ചേരുകയും അവരുടെ ഡിസൈപ്പിളായി മാറുകയും ചെയ്യുന്നു. സെർസി ആ വിഭാഗത്തിന്റെ നേതാവായ ഹൈസ്പാരോയ്ക്ക് ഫെയ്ത്ത് മിലിറ്റന്റ് എന്ന റിലീജിയസ് ആർമിയെ സൃഷ്ടിക്കാനുള്ള പവർ നൽകുന്നു. അവരുടെ വിശ്വാസ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ആർമിയാണിത്. ലോറൻസ് ടൈറൽ ഒരു ഹോമോസെക്ച്വൽ ആയതിനാൽ അവനെ അവർ അറസ്റ്റ് ചെയ്യുന്നു. ഇത് മാർജറിയെ വളരെയധികം വിഷമിപ്പിക്കുന്നു. സെർസിക്കും ഇത് ഗുണകരമാണ്, കാരണം അവൾ ഇനി അവനെ വിവാഹം കഴിക്കേണ്ടതില്ല. മാർജറി തന്റെ സഹോദരനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും അവന്റെ സെക്ച്വാലിറ്റിയെ കുറിച്ച് കള്ളം പറയുകയും ചെയ്യുമ്പോൾ വിചാരണയിൽ കള്ളം പറഞ്ഞതിന് അവളെയും അറസ്റ്റ് ചെയ്യുന്നു. ഡോണിലെ ഇലാറിയ സാൻഡിൽ നിന്നും സെർസിക്ക് ഒരു സന്ദേശം ലഭിക്കുന്നു. സെർസിയുടെ മകൾ മിർസല്ലയുടെ ജീവൻ അപകടത്തിലാണെന്ന മുന്നറിയിപ്പാണ് അത്. മിർസല്ലയെ രക്ഷിക്കാൻ ജെയ്മി ഡോണിലേക്ക് പോകാൻ തീരുമാനിക്കുകയും തന്റെ ഇപ്പോഴത്തെ സുഹൃത്തായ ബ്രോണിനെ കൂടെ കൂട്ടുകയും ചെയ്യുന്നു. തന്നെ സഹായിക്കുന്നതിന് പ്രതിഫലമായി ബ്രോണിന് ഇപ്പോഴുള്ളതിലും മികച്ചൊരു ഭാര്യയെയും കൂടുതൽ വലിയൊരു കാസിൽ നൽകുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു. ഡോണിൽ ഒബ്രിന്റെ മരണത്തിൽ ഇലാറിയ അതിയായ ദേഷ്യത്തിലാണ്. ലാനിസ്റ്റേഴ്സിനോട് പ്രതികാരം ചെയ്യാൻ മിർസല്ലയെ കൊല്ലാൻ അവൾ ആഗ്രഹിക്കുന്നു. ഒബ്രിന്റെ സഹോദരനായ പ്രിൻസ് ഡോറൻ ആണ് ഡോണിന്റെ ഭരണാധികാരി. മിർസല്ലയെ സംരക്ഷിക്കാമെന്നും തന്റെ മകൻ ട്രിസ്റ്റനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്നും വാഗ്ദാനം ചെയ്തിട്ടുള്ളതിനാൽ അയാൾ ഇലാറിയയെ പ്രതികാരം ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഡോറൻ അവളെ സഹായിക്കില്ല എന്നതിനാൽ ഇലാറിയയും ഒബ്രിന്റെ പെൺമക്കളായ സാൻസ്നേക്സും പ്രതികാരത്തിനായി സ്വന്തം പദ്ധതി തയ്യാറാക്കുന്നു. മിർസല്ലയെ രക്ഷപ്പെടുത്തി ഒരു കപ്പലിൽ കിങ്സ് ലാൻഡിങ്ങിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിൽ ജെയ്മിയും ബ്രോണും വിജയിക്കുന്നു. പക്ഷേ യാത്രക്കിടെ മിർസല്ല പെട്ടെന്ന് ജെയ്മിയുടെ കൈകളിൽ കിടന്ന് മരിക്കുന്നു. ഇലാറിയ രഹസ്യമായി അവളുടെ ശരീരത്തിലേക്ക് വിഷം പടർത്തിയിരുന്നു. സെർസിയുടെ കഷ്ടപ്പാടുകൾ മിർസല്ലയുടെ മരണത്തോടെ അവസാനിക്കുന്നില്ല. ഹൈസ്പാരോയെ നിയന്ത്രിക്കാനുള്ള അവളുടെ പദ്ധതികൾ പരാജയപ്പെടുന്നു. കാരണം അയാൾ വളരെ ശക്തനാവുകയും അവളെ പിന്തുടരാതെ തന്റെ ദൈവങ്ങളെ മാത്രം പിന്തുടരുകയും ചെയ്യുന്നു. ഇൻസെസ്റ്റ് റിലേഷൻസിൽ ഏർപ്പെട്ടതിനും കിങ് റോബർട്ട് ബരാത്തിയനെ കൊലപ്പെടുത്തിയതിനും ഫെയ്ത്ത് മിലിറ്റൻസ് സെർസിയെ അറസ്റ്റ് ചെയ്യുന്നു. വിചാരണയ്ക്കായി കാത്തിരിക്കുന്നതിനിടെ അവളെ അവർ പരസ്യമായി അപമാനിച്ചുകൊണ്ട് ശിക്ഷിക്കുന്നു. അവൾക്ക് അവളുടെ എല്ലാ പവേഴ്സും നഷ്ടപ്പെടുന്നു. പക്ഷെ ഇപ്പോഴും അവൾക്ക് ആലൈസ് ഉണ്ട്. ഖൈബോണും പിന്നെ അയാളുടെ സൃഷ്ടിയായ ഇപ്പോൾ കൂടുതൽ കരുത്തനും ഒരു മൈൻഡ്ലെസ് സോംബിയുമായ മൗണ്ടൈനും അവൾക്കൊപ്പം നിൽക്കുന്നു. അവരുടെ സഹായത്തോടെ സെർസി പ്രതികാരത്തിന് തയ്യാറെടുക്കുന്നു. ബ്രാവോസിൽ ആര്യ ഫേസ്ലെസ് മെന്നിന്റെ ടെമ്പിളിൽ എത്തുന്നു. ഫേസസ് ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു അസാസിൻ ആവാൻ ആദ്യം അവൾ തന്റെ ഐഡന്റിറ്റി ഉപേക്ഷിച്ച് നോ വൺ ആകണമെന്ന് ജാക്കൻ അവളോട് പറയുന്നു. പരിശീലനത്തിന്റെ ഭാഗമായി തന്റെ എല്ലാ സ്വകാര്യ വസ്തുക്കളും ഉപേക്ഷിക്കാനും അയാൾ അവളോട് കൽപ്പിക്കുന്നു. എന്നിരുന്നാലും അവൾ തന്റെ സ്വേർഡായ നീഡിൽ രഹസ്യമായി സൂക്ഷിക്കുന്നു. അവൾ ട്രെയിനിങ് തുടരുന്നതിനിടയിൽ ജാക്കന്റെ അപ്രൂവൽ ആഗ്രഹിക്കുന്ന മറ്റൊരു ട്രെയിനിയായ വെയ്ഫുമായി അവൾ ഏറ്റുമുട്ടുന്നു. ആര്യ പക്ഷെ അവളുടെ റിവെഞ്ച് ലിസ്റ്റിലുള്ള മെറിൻ ട്രാന്റ് എന്നയാളെ കാണുമ്പോൾ അവൾക്ക് ട്രെയിനിങ്ങിലുള്ള ശ്രദ്ധ നഷ്ടപ്പെടുന്നു. നെഡ് സ്റ്റാർക്കിന്റെ അറസ്റ്റിന് ശേഷം അവളുടെ സ്വോർഡ് ഫൈറ്റിംഗ് ടീച്ചറായ സിറിയോ ഫെർലിനെ കൊന്ന ലാനിസ്റ്റർ കിങ്സ് കട്ട് മെമ്പറാണ് അയാൾ. മെറിനെ കൊന്നുകൊണ്ട് ആര്യ പ്രതികാരം ചെയ്യുന്നു. പക്ഷെ അവൾ ഫേസ്ലെസ് മെന്നിന്റെ നിയമങ്ങൾ ലംഘിച്ചതിനാൽ അവൾക്ക് കാഴ്ച നഷ്ടപ്പെടുന്നു. നോർത്തിൽ സ്റ്റാനിസ് മാൻസ് റെയ്ഡറിനോട് തന്നോട് ലോയൽ ആയിരിക്കാനും വൈൽഡിങ്സുകളെ തന്റെ ആർമിയിൽ ചേർക്കാനും കൽപ്പിക്കുന്നു. മാൻസ് വിസമ്മതിക്കുന്നു. അതിനാൽ സ്റ്റാനിസ് അവനെ ജീവനോടെ ചുട്ടരിക്കുന്നു. അതിനുശേഷം ഒരു ബാസ്റ്റേഡായ ജോണിനെ യഥാർത്ഥ സ്റ്റാർക്കായി ലെജിറ്റിമൈസ് ചെയ്യാമെന്ന് സ്റ്റാനിസ് വാഗ്ദാനം ചെയ്യുന്നു. ബോൾട്ടൻസിന് എതിരായ പോരാട്ടത്തിന് നോർത്തേൺ ഹൗസസിന്റെ പിന്തുണ നേടാൻ ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. എന്നാൽ തന്റെ നൈറ്റ്സ് വാച്ച് ഓത്തിന് ലോയൽ ആയതിനാൽ ജോൺ ഇതിന് വിസമ്മതിക്കുന്നു. അങ്ങനെ നോർത്തേൺ സപ്പോർട്ട് ഇല്ലാതെ ക്രൂരരായ ബോൾട്ടൺ ആർമിയെ ഒറ്റയ്ക്ക് പരാജയപ്പെടുത്താൻ ദൃഢനിശ്ചയത്തോടെ സ്റ്റാനിസ് വിന്റർഫെല്ലിലേക്ക് മാർച്ച് ചെയ്യുന്നു. അതേസമയം ബ്രിയനും പോഡ്രിക്കും ഒടുവിൽ ലിറ്റിൽ ഫിംഗറിനൊപ്പം ഉള്ള സാൻസയെ കണ്ടെത്തുന്നു. ബ്രിയന്റെ സഹായം സാൻസ നിരസിക്കുന്നു. എന്നാൽ ലിറ്റിൽ ഫിംഗർ സത്യസന്ധനല്ലെന്ന് അറിയാവുന്ന ബ്രിയന് അയാളെ തീരെ വിശ്വാസമില്ല.
അതിനാൽ ആവശ്യമെങ്കിൽ സാൻസയെ സംരക്ഷിക്കാനായി അവൾ രഹസ്യമായി അവരെ പിന്തുടരുന്നു. ക്രൂരനായ റാംസെ ബോൾട്ടണുമായി സാൻസയെ വിവാഹം കഴിപ്പിക്കാൻ ലിറ്റിൽ ഫിംഗറിന് പദ്ധതിയുള്ളതിനാൽ ബ്രിയന്റെ ആശങ്കകൾ വാലിഡാണ്. നോർത്തിലെ ബോൾട്ടൺ ആർമിയുമായി തന്റെ വെയിൽ ആർമിയെ ഒന്നിപ്പിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ റാംസെ എത്രത്തോളം ദുഷ്ടനാണെന്ന് സത്യത്തിൽ അയാൾക്ക് അറിയുമായിരുന്നില്ല. റാംസെ തന്റെ പുതിയ വധുവായ സാൻസയോട് മോശമായി പെരുമാറുന്നത് കാണുമ്പോൾ ഇമോഷണലി തകർന്നിരുന്ന തിയോൺ തന്റെ പഴയ ഓർമ്മകളിൽ നിന്നും ഫീലിംഗ്സ് വീണ്ടെടുക്കാൻ തുടങ്ങുന്നു. താൻ എപ്പോഴും ഒരു സഹോദരിയായി കണ്ടിരുന്ന സാൻസ കഷ്ടപ്പെടുന്നത് കണ്ട് അവന്റെ മനസ്സ് വേദനിക്കുന്നു. ബ്രാനും റിക്കോണും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് തിയോൺ രഹസ്യമായി സാൻസയോട് പറയുന്നു. സാൻസയെ റാംസെയ്ക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക എന്നത് ലിറ്റിൽ ഫിംഗറിന്റെ വലിയൊരു പദ്ധതിയുടെ ഒരു ഭാഗം മാത്രമാണ്. വിന്റർഫെല്ലിൽ ബോൾട്ടൺസിനെ പരാജയപ്പെടുത്താൻ സ്റ്റാനിസ് മാർച്ച് ചെയ്യുന്നതിനാൽ നോർത്തിലെ ഹൗസസിനെ ഒന്നിപ്പിക്കാൻ സാൻസയെ നോർത്തിന്റെ വാർഡനായി ബരാത്തിയൻ ആർമിക്ക് നെയിം ചെയ്യേണ്ടി വരും. ഇതിനർത്ഥം യുദ്ധത്തിൽ ആര് ജയിച്ചാലും, അതായത് ഹൗസ് ബോൾട്ടൺ ആയാലും ഹൗസ് ബരാത്തിയൻ ജയിച്ചാലും സാൻസയ്ക്കും ലിറ്റിൽ ഫിംഗറിനും അതിന്റെ പ്രയോജനം ലഭിക്കും എന്നാണ്. സ്റ്റാനിസിന്റെ ആർമി വിന്റർഫെല്ലിലേക്ക് നീങ്ങുമ്പോൾ നോർത്തിലെ കനത്ത മഞ്ഞുവീഴ്ചയിൽ അവർ കുടുങ്ങിപ്പോകുന്നു. ലോർഡ് ഓഫ് ലൈറ്റിന്റെ പ്രീതി നേടാൻ പ്രിൻസസ് ഷെറീനെ ബലിയർപ്പിക്കാൻ മെലിസാൻഡ്രെ നിർദ്ദേശിക്കുന്നു. പക്ഷെ സ്റ്റാനിസ് സ്വന്തം മകളെ കൊല്ലാൻ വിസമ്മതിക്കുന്നു. എന്നിരുന്നാലും സാഹചര്യം കൂടുതൽ വഷളാകുകയും യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തോൽക്കുകയാണെന്ന് മനസ്സിലാവുകയും ചെയ്യുമ്പോൾ നൈറ്റ്സ് വാച്ചിനോട് സഹായം ചോദിക്കാൻ അദ്ദേഹം ഡാവോസിനെ വാളിലേക്ക് തിരിച്ചയക്കുന്നു. ഒടുവിൽ തന്റെ മകളെ ബലിയർപ്പിക്കാനും അയാൾ സമ്മതിക്കുന്നു. ഈ ക്രൂരമായ പ്രവൃത്തി കാരണം സ്റ്റാനിസിന്റെ ആർമിയിലെ പകുതി പേരും വെറുപ്പോടെ അയാളെ ഉപേക്ഷിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും അയാൾ തന്റെ അവശേഷിക്കുന്ന ആർമിയെ വിന്റർഫെല്ലിലേക്ക് നയിക്കുന്നു. പക്ഷെ അവിടെ ബോൾട്ടൺസ് അവരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്തുന്നു. ഗുരുതരമായി പരിക്കേറ്റ സ്റ്റാനിസ് യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. പക്ഷെ താമസിയാതെ ബ്രിയൻ അയാളെ കണ്ടെത്തുകയും റെൻലിയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ അയാളെ കൊല്ലുകയും ചെയ്യുന്നു. അതേസമയം യുദ്ധത്തിന്റെ ബഹളങ്ങൾക്കിടയിൽ റാംസെയ്ക്കെതിരെ പ്രവർത്തിക്കാൻ തിയോൺ ഒടുവിൽ ധൈര്യം കണ്ടെത്തുന്നു. ക്രൂരനായ ഭർത്താവിൽ നിന്നും ഇപ്പോൾ ഒരു ജയിൽ പോലെ ബോൾട്ടൺസ് നിയന്ത്രിക്കുന്ന വിന്റർഫെല്ലിൽ നിന്നും രക്ഷപ്പെടാൻ സാൻസയെ അവൻ സഹായിക്കുന്നു. എസ്സോസിൽ ഡെനേറിസിനെ വെസ്ട്രോസിലേക്ക് മടങ്ങാനും അയൺ ത്രോൺ ഏറ്റെടുക്കാനും സഹായിക്കുന്നതിനായി താൻ വർഷങ്ങളായി രഹസ്യമായി പ്രവർത്തിച്ചു വരികയാണെന്ന് വാരിസ് ടിറിയനോട് പറയുന്നു. ഡെനേറിസിനെ പിന്തുണയ്ക്കണമെന്ന് ടിറിയനും ആഗ്രഹിക്കുന്നതിനാൽ അവളെ കാണാൻ ഒരുമിച്ച് യാത്ര ചെയ്യാൻ വാരിസ് അവരെ ക്ഷണിക്കുന്നു. എന്നാൽ അവരുടെ യാത്രയ്ക്ക് മുൻപ് ഡെനേറിസിന് മുന്നിൽ ഒരു ലാനിസ്റ്റർ എനിമിയെ കാഴ്ചവെക്കുന്നത് അവളുടെ ട്രസ്റ്റ് വീണ്ടെടുക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ജോറ മോർമൺ ടിറിയനെ തട്ടിക്കൊണ്ടുപോകുന്നു. യാത്രക്കിടെ സ്റ്റോൺമെൻ എന്നൊരു കൂട്ടം ആളുകൾ അവരെ ആക്രമിക്കുകയും അവരിൽ നിന്നും ജോറയ്ക്ക് മാരകമായ ഗ്രേസ്കേൽ രോഗം ബാധിക്കുകയും ചെയ്യുന്നു. എസ്സോസിന്റെ മറ്റൊരു ഭാഗത്ത് പഴയ സ്ലേവ് മാസ്റ്റേഴ്സ് സൺസ് ഓഫ് ദ ഹാർപ്പി എന്നൊരു റിബൽ ഗ്രൂപ്പിനെ സൃഷ്ടിക്കുന്നു. അവർ ഡെനേറിസിനെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്ത് സ്ലേവറി സിസ്റ്റം തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതേസമയം ഫ്രീ സിറ്റീസിലെ ജനങ്ങൾ ഡെനേറിസിനോട് ഫൈറ്റിംഗ് പിറ്റ്സ് വീണ്ടും തുറക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഫോഴ്സ്ഡ് ബാറ്റിൽസ് ക്രൂരമാണെന്ന് കണ്ട് അവൾ മുമ്പ് അതൊക്കെ ക്ലോസ് ഡൗൺ ചെയ്തിരുന്നു. അവിടെ ഒരു ടൂർണമെന്റിനിടെ തങ്ങളുടെ റിബല്യന്റെ ഭാഗമായി സൺസ് ഓഫ് ദ ഹാർപ്പി ഡെനേറിസിന്റെ ആർമിയെ ആക്രമിക്കുകയും ഗ്രേ വർമിനെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ബാരിസ്റ്റൻ സെൽമിയെ കൊല്ലുകയും ചെയ്യുന്നു. താൻ ചങ്ങലയിൽ ബന്ധിച്ച ഡ്രാഗണുകൾ ഇപ്പോൾ തന്നോട് പിണക്കത്തിലാണെന്നും തന്റെ വാക്കുകൾ കേൾക്കുന്നില്ലെന്നും ഡെനേറിസ് തിരിച്ചറിയുന്നു. ഇത് അവളെ നിസ്സഹായയാക്കുന്നു. നഗരത്തിലെ സമാധാനം നിലനിർത്താൻ ഫൈറ്റിംഗ് പിറ്റ്സ് വീണ്ടും തുറക്കാൻ അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ തീരുമാനിക്കുന്നു. സൺസ് ഓഫ് ഹാർപ്പിയെ ശാന്തരാക്കാനും അവരുടെ റിബല്യൻ അവസാനിപ്പിക്കാനും സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ മുൻ സ്ലേവർ ട്രേഡറായ ഹിസ്ദാർ സോലറാക്കിനെ വിവാഹം കഴിക്കുമെന്നും അവൾ പ്രഖ്യാപിക്കുന്നു. ഫൈറ്റിംഗ് പിറ്റ്സ് വീണ്ടും തുറക്കുമ്പോൾ അവിടെ ഒരു ഫൈറ്ററായി പ്രത്യക്ഷപ്പെട്ട് ജോറ ഡെനേറിസിനെ അത്ഭുതപ്പെടുത്തുന്നു. ക്രൗഡിന് മുന്നിൽ വെച്ച് താൻ അവൾക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അയാൾ അവളോട് പറയുന്നു. ടിറിയൻ ലാനിസ്റ്റർ ആണ് ആ ഗിഫ്റ്റ്. പക്ഷേ ജോറയുടെ പദ്ധതി പരാജയപ്പെടുന്നു. അയാൾക്ക് ഡെനേറിസിന്റെ വിശ്വാസം നേടാൻ കഴിയുന്നതിന് പകരം ടിറിയൻ അവളെ ആകർഷിക്കുകയും അവളുടെ ഏറ്റവും അടുത്ത അഡ്വൈസറായി മാറുകയും ചെയ്യുന്നു. അതേസമയം ജോറയാകട്ടെ വീണ്ടും നാടുകടത്തപ്പെടുന്നു. പിന്നീട് ഫൈറ്റിംഗ് പിറ്റ്സിലെ മറ്റൊരു ടൂർണമെന്റിനിടെ ഡെനേറിസിന്റെ ഭരണം അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന സൺസ് ഓഫ് ദി ഹാർപ്പി അവൾക്കെതിരെ വളരെ ഡെഡ്ലി ആയ ഒരു അറ്റാക്ക് ലോഞ്ച് ചെയ്യുന്നു. ഫൈറ്റിംഗ് പിറ്റ്സിൽ ഇപ്പോഴും മത്സരിക്കുന്ന ജോറ ധൈര്യപൂർവ്വം അവളെ സഹായിക്കാൻ എത്തുകയും കുറച്ചു കാലമായി കാണാനില്ലാതിരുന്ന അവളുടെ ഡ്രാഗണായ ഡ്രോഗോൺ തിരിച്ചെത്തി ഡെനേറിസിനെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഡ്രോഗോൺ ഇപ്പോൾ അവൾ അവസാനം അവനെ കണ്ടതിൽ നിന്നും ഏറെ വലുതായിരിക്കുന്നു. ആദ്യമായി ഡെനേറിസിന് അവന്റെ മേളിലേറി യാത്ര ചെയ്യാൻ കഴിയുന്നു. ഇത് ക്രൗഡ് വളരെ ഞെട്ടലോടെയും അത്ഭുതത്തോടെയും നോക്കി നിൽക്കുമ്പോൾ അവൻ അവളുമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. വാളിൽ ജോൺ സ്നോ നൈറ്റ്സ് വാച്ചിന്റെ പുതിയ ലോർഡ് കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ആലിസർ തോൺ, ജാനസ് സ്ലിന്റ് തുടങ്ങിയ സീനിയർ മെമ്പേഴ്സ് ആ സ്ഥാനം നേടാൻ കഴിയാത്തതിൽ അസ്വസ്ഥരാണ്. സ്ലിന്റ് ജോണിന്റെ ഓർഡേഴ്സ് അനുസരിക്കാൻ വിസമ്മതിക്കുമ്പോൾ തന്റെ അതോറിറ്റി സ്ഥാപിക്കാൻ ജോൺ അയാളെ വധിക്കുന്നു.
സ്റ്റാനിസിന്റെ ആർമി ഇല്ലാതായതോടെ നൈറ്റ്സ് വാച്ചിന് വൈറ്റ് വാക്കേഴ്സിനെ ഒറ്റയ്ക്ക് തടയാൻ കഴിയില്ലെന്ന് ജോണിന് അറിയാം. വെസ്ട്രോസിലെ പ്രധാന ഹൗസസിലേക്ക് സഹായം അഭ്യർത്ഥിച്ച് അവൻ വീണ്ടും കത്തെഴുതുന്നു. പക്ഷേ വൈറ്റ് വാക്കർ ത്രെറ്റ് ഒരു സത്യമാണെന്ന് അവരാരും ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒടുവിൽ പിടിക്കപ്പെട്ട വൈൽഡ്ലിങ്സിന്റെ ലീഡറായ ടോർമണ്ടുമായി ജോൺ ഒരു ഡീലിൽ ഏർപ്പെടുന്നു. വൈറ്റ് വാക്കേഴ്സിനെതിരെ പോരാടാൻ സമ്മതിച്ചാൽ വൈൽഡ്ലിങ്സിന് വാളിന്റെ സൗത്തിലേക്കുള്ള ഭൂമിയിൽ ജീവിക്കാമെന്ന് അവൻ വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ കാസൽ ബ്ലാക്കിനെതിരായ ആക്രമണത്തിൽ അടുത്തിടെ തങ്ങളുടെ നിരവധി ബ്രദേഴ്സിനെ നഷ്ടപ്പെട്ടതിനാൽ നൈറ്റ്സ് വാച്ചിലെ മിക്കവരും ഈ തീരുമാനത്തിൽ ദേഷ്യത്തിലാണ്. ആലിസർ തോണിനെ പോലുള്ളവരുടെ ഈ ഒരു രോഷം അവഗണിച്ച് വാളിന് നോർത്തിലുള്ള ഹാർഡ് ഹോം എന്ന സ്ഥലത്തെ വൈൽഡ്ലിങ്സിനെ കൂടെ തങ്ങളോടൊപ്പം ചേരാൻ കൺവിൻസ് ചെയ്യുന്നതിനായി ജോൺ ടോർമണ്ടിനോടൊപ്പം ബിയോണ്ട് ദ വാളിലേക്ക് ഒരിക്കൽ കൂടെ യാത്ര ചെയ്യുന്നു. ജോണും ടോർമണ്ടും 5000 വൈൽഡ്ലിങ്സിനെ തങ്ങളോടൊപ്പം ചേരാൻ പ്രേരിപ്പിക്കുന്നതിൽ വിജയിക്കുന്നു. പക്ഷെ അവരുടെ ഈ വിജയം വളരെ കുറഞ്ഞ സമയത്തേക്കായി പോകുന്നു. നൈറ്റ് കിങ്ങിന്റെ നേതൃത്വത്തിലുള്ള വൈറ്റ് വാക്കർ ആർമി പെട്ടെന്ന് ഹാർഡ് ഹോമിനെ ആക്രമിക്കുന്നു. മിക്ക വൈൽഡ്ലിങ്സും കൊല്ലപ്പെടുകയും പിന്നീട് വൈറ്റുകളായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. ഉൻവുൻ എന്നൊരു ജയിന്റ് ഉൾപ്പെടെയുള്ള സർവൈവേഴ്സിനൊപ്പം ജോണും ടോർമണ്ടും കഷ്ടിച്ച് രക്ഷപ്പെടുകയും കാസൽ ബ്ലാക്കിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. അവിടെ എത്തിയ ശേഷം ജോൺ സാമിനെയും ഗില്ലിയെയും അവരുടെ കുഞ്ഞ് ലിറ്റിൽ സാമിനെയും ഓൾഡ് ടൗണിലേക്ക് അയക്കുന്നു. അവിടെ ഒരു മേസ്ട്രായി പരിശീലനം നേടാനും വൈറ്റ് വാക്കേഴ്സിനെ പരാജയപ്പെടുത്താൻ യൂസ്ഫുൾ ആയ അറിവുകൾ കണ്ടെത്താനും സാം പ്രതീക്ഷിക്കുന്നു. സ്റ്റാനിസിന്റെ ആർമിക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കാൻ ഡാവോസ് വാളിലേക്ക് എത്തുന്നു. എന്നാൽ താമസിയാതെ മെലിസാൻഡ്രയും ഒറ്റയ്ക്ക് അവിടേക്ക് എത്തുമ്പോൾ സ്റ്റാനിസ് പരാജയപ്പെട്ടുവെന്നും എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു. അതേസമയം നൈറ്റ്സ് വാച്ച് ബ്രദേഴ്സിൽ പലരും ആലിസർ തോണും ഓലിയും എല്ലാം ജോണിനോട് ശത്രുതയിലാകുന്നു. വൈൽഡ്ലിങ്ങുകളെ തങ്ങളുടെ പ്രദേശത്തേക്ക് കടക്കാൻ അനുവദിച്ചത് വഴി ജോൺ നൈറ്റ്സ് വാച്ചിനെ ഒറ്റിക്കൊടുത്തുവെന്ന് വിശ്വസിച്ച അവർ വഞ്ചനയുടെ ഒരു ഞെട്ടിക്കുന്ന പ്രവൃത്തിയിലൂടെ ജോൺ സ്നോയെ കൂട്ടമായി ആക്രമിക്കുന്നു. അവരുടെ കുത്തുകൾ ഏറ്റുവീണ ജോൺ മെല്ലെ മരണത്തിന് കീഴടങ്ങുന്നു. അപ്പോൾ അതാണ് സീസൺ 5 ഓഫ് ഗെയിം ഓഫ് ത്രോൺസ്. ഇമ്പോർട്ടന്റ് ഇവന്റ്സ് എല്ലാം ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് കരുതുന്നു. വീഡിയോ കണ്ടു നോക്കിയിട്ട് ഒപ്പീനിയൻസ് അറിയിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. എത്രയും വേഗം സീസൺ 6ന്റെ റീക്യാപ്പുമായി എത്താം. അതുവരെ ബൈ.